പ്രിയപ്പെട്ട ജോണച്ച, ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ച്, സംഗീതത്തിലേക്ക് വന്ന ആ ഒരു വഴികൾ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ സംസാരിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ലിറ്റർജിക്കൽ മ്യൂസിക്കും അതിനെ ഒരാളുടെ ആത്മീയതയെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. പക്ഷേ ഈ എപ്പിസോഡിൽ എനിക്ക് ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത്, അച്ഛൻ്റെ ഒരു സംഗീത ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? അയാളെക്കുറിച്ചൊന്ന് പറയാമോ? സംഗീത ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നവരെക്കാളിൽ കൂടുതൽ എന്നെ സ്വാധീനിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ജീവിച്ചിരുന്നിട്ടില്ലാത്തവരാണ്. പക്ഷെ അങ്ങനെയുള്ളവർ എങ്ങനെ എന്നെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ പാട്ടുകളിൽ കൂടിയും അവരുടെ വരികളിൽ കൂടിയുമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ലിറ്റർജിക്കൽ മ്യൂസിക്കിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായത്. അത് എഴുതിയത് സഭാപിതാക്കന്മാരാണ്. ആദിമസഭയിലുള്ള വിശുദ്ധരായ പിതാക്കന്മാർ അവരുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ ആ ആഴത്തിലിരുന്നുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു എനർജിയിലാണ് അവർ ഈ പാട്ടുകളെല്ലാം എഴുതുന്നത്. അതുകൊണ്ട് അത് നമുക്ക് പ്രത്യേകമായൊരു ആത്മീയ സ്വാധീനവും ചൈതന്യവും അത് പാടുമ്പോഴും അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മുമ്പിൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അവർക്കാണ്, നമ്മുടെ സഭാപിതാക്കന്മാർ. അവരുടെ വരികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആധ്യാത്മികമായിട്ടും പാട്ടിനോടും എല്ലാം താല്പര്യം ജനിപ്പിക്കുവാൻ പ്രചോദനമാക്കിയിട്ടുള്ളത്. അതെ. പിന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരാളുണ്ട്. അത് നമുക്കാർക്കും അപരിചിതനായ ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാത്ത ഒരു ക്രിസ്ത്യാനിയും ഇല്ലാതാനും. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രൈസ്തവരും എല്ലാ മതസ്ഥരും. ഞാനൊരു കാര്യം പറയാം, ഇന്നും അനേക ക്രിസ്തീയ ഗാനങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ഒരു ആശ്വാസവും അതുപോലെ ആധ്യാത്മികമായ ഒരു ഉണർവും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പാട്ട് തന്നെ പാടേണ്ടി വരും. അതാണ് ക്ലാസിക്കലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സംഗീതത്തിൻ്റെ ഉടമ. ക്ലാസിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെങ്കിലും നമുക്കെല്ലാം അദ്ദേഹം ക്ലാസിക്കൽ. അദ്ദേഹം വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സാധു എന്ന ഒരു പ്രിഫിക്സ് കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ അവനെ പേരിട്ട് വിളിക്കുന്നത്. കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. അപ്പം അദ്ദേഹം വളരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി, അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ പോയി അദ്ദേഹത്തെ പറ്റി നല്ലൊരു സ്റ്റഡി തന്നെ നടത്തി. കാരണം സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകൾ ഒരു സിംഫോണിക് സ്ട്രക്ചറിലാക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നി തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു. എന്തോ ദൈവം അത് സാധിപ്പിച്ചു വന്നു. സ്ലോമോ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ കെയർ ഓഫിൽ ഇങ്ങനൊരു സിംഫണി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുവാനുള്ളൊരു ഭാഗ്യം കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കരുണയാലും സാധിച്ചു. 2008 ജാനുവരിയിൽ അത് നടത്തപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഞാൻ നടത്തിയിട്ടുള്ള പ്രോഗ്രാമിലേക്കും ഏറ്റവും വലുത് അതായിരുന്നു. കാരണം ഏകദേശം 50 മ്യൂസീഷ്യൻസിനെ ഞാൻ ഡിപ്ലോയ് ചെയ്തിരുന്നു. പിന്നെ 100 സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് തിങ്സ്, ദിസ് വാസ് ആൻ എക്യുമെനിക്കൽ പ്രോഗ്രാം. നോട്ട് ഓൺലി ഓർത്തഡോക്സ് ആര് മാത്രമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസ്ട്രെയിൻഡ് ഗ്രൂപ്പല്ല. എല്ലാ സഭകളിൽ നിന്നും ഈവൻ അക്രൈസ്തവരായ കുഞ്ഞുങ്ങളും അതിനകത്ത് പാടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടിനുള്ള താല്പര്യം കൊണ്ടാണ്. ആ പ്രോഗ്രാമിൽ നടന്ന സമയത്ത് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആ പ്രോഗ്രാം കഴിഞ്ഞ് എന്നോട് അവർക്കുണ്ടായ ആധ്യാത്മിക നിറവിനെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിവൈൻ ഫ്രാഗ്രൻസ് എന്ന് തന്നെ അവർ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് എനിക്കത് വളരെയധികം ആനന്ദമുണ്ടാക്കി. കാരണം ഞാൻ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ അത് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പ്രോഗ്രാം നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് എൻ്റെ ഒരു പെർഫോമൻസോ ഷോ ആയിട്ടോ മാറരുത്. അതിന് താല്പര്യമില്ല. പക്ഷെ ഒരാൾ ഇത് കാണിക്കണം, അവതരിപ്പിച്ചാലേ ഇത് നടക്കത്തുള്ളൂ. പക്ഷേ ഉപകരണമായിട്ട് ഞാൻ നിൽക്കുക, യാതൊരു മഹത്വവും എൻ്റെ പേരിൽ വരരുത്. ഇവിടെ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ നാമം ഉയർത്തപ്പെടുക, നിൻ്റെ മഹത്വം, അതായത് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഉദ്ഘോഷിക്കപ്പെടുക. ഈ വരികളിലൂടെ ആധ്യാത്മികതയുടെ ഒരു വശ്യത കേൾക്കുന്നവർക്ക് ബോധ്യമാവുക. ഇന്നത്തെ കാലത്ത് ഇത് അനേക സ്ഥലത്തേക്ക് എത്തിക്കത്തക്കവണ്ണം യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഓർത്തഡോക്സ് പ്രൈസസ് എന്നുള്ളൊരു യൂട്യൂബ് ചാനലിൽ കൂടി ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള സദുദ്ദേശത്തോടുകൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു കാര്യം ആരംഭിക്കുമ്പോൾ ദൈവം അതിന് കൂട്ടുനിൽക്കും. അല്ല, ഇതെൻ്റെ പ്രോഗ്രാമാണ്, ഞാനാണ് ഇത് നടത്തുന്നത്, എനിക്ക് വേണം എല്ലാ മഹത്വവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. എവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നുവോ അവിടെ പ്രശ്നങ്ങൾ വരും, അവിടെ പിശാച് കയറും. അച്ഛൻ എങ്ങനെയാണ് കൊച്ചു ഉപദേശിയുടെ ഈ ഒരു പാട്ടുകളിലേക്ക് അച്ഛൻ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു നിയോഗമായ സംഭവം എന്തായിരുന്നു? നമ്മൾ കുട്ടിക്കാലം മുതലേ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ട് കേട്ടാണ് സന്ധ്യാനമസ്കാരവും പ്രഭാനമസ്കാരവും ഒക്കെ തുടങ്ങുന്നത്. ഇന്നത്തെ കാലത്തെ പോലല്ല, പണ്ടത്തെ ആൾക്കാരൊക്കെ രാവിലെയും വൈകിട്ടും നിഷ്ഠയായി നമസ്കരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. ഒരു പാട്ട് പാടാതെ പ്രാർത്ഥന തുടങ്ങിയില്ല. മിക്കവാറും കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ ഇത് അന്ന് വെറുതെ പാടിക്കൊണ്ടിരുന്നുവെങ്കിലും ഈ മനുഷ്യനെ പറ്റി കൂടുതൽ അറിയുവാൻ ഒരാഗ്രഹം വന്നത് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്: ആർക്കെങ്കിലും വിശക്കുന്നുവെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇടയാറുമുള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാചകം കണ്ടിട്ടാണ് അച്ഛനെ അത് ശ്രദ്ധിക്കുന്നത്. അതാണ് അന്ന് തൊട്ട് എനിക്കിങ്ങനൊരു അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ചേർത്തൊരു സിംഫണിക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് പഴയ ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ ഈ പാട്ടുകൾ അറിയത്തുള്ളൂ. പുതിയ ജനറേഷനിലേക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ നമ്മൾ ആക്കി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്നത്തെ പഴയ ഗാനങ്ങൾ ഇന്നത്തെ ജനറേഷന് അതുപോലെ കൊടുത്താൽ ചിലപ്പോൾ അവർ ഉൾക്കൊണ്ടുവെന്ന് വരില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാത്രത്തിലാക്കി കൊടുക്കണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയും മോഡേൺ രീതിയിലുള്ള അവതരണ ശൈലിയൊക്കെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. അതാണ് ശ്രമിച്ചത്. അത് ദൈവത്തിൻ്റെ കൃപയാൽ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ അച്ഛൻ പറഞ്ഞ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഒരു ഗാനമാകട്ടെ ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ ഈ ഒരു കാലയളവിനുള്ളിൽ എവിടെയൊക്കെ എത്ര പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്? അതിലൊക്കെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ അച്ഛൻ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണ്? എത്ര പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 2008 ദുബായിൽ 100 പേരെ വെച്ചുള്ള ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്തിയത്. അന്ന് മുതലാണ് സിംഗേഴ്സിൻ്റെ ഒരു കോറൽ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയത്. അതിനുശേഷം 2012 ഈ ലിറ്റർജിക്കൽ സിംഫണി ലമൊറിയോ സെഗത്തോ എന്ന് പറയുന്ന ഒരു ലിറ്റർജിക്കൽ സിംഫണി ബാംഗ്ലൂരിൽ വെച്ച് നടത്തുവാനിടയായത്. അതായിരുന്നു സിംഫണി അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രോ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ
എനിക്ക് പ്രചോദനവും സഹായവും നൽകിയത് ബാംഗ്ലൂർ ഡയോസിസ് അധിപനായിരിക്കുന്ന ഡോക്ടർ എബ്രഹാം മാർ സെറാഫിംഗ് തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അനുവാദത്തോടു കൂടിയാണ് ഫസ്റ്റ് ലിറ്റർജിക്കൽ സിംഫണി ല മൊറിയോസ് വർഷിപ്പ് ടു ദ ലോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാനെവിടെ ചെന്നാൽ അവിടുത്തെ കുട്ടികളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ് പതിവ്. 100 പേരെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് നടക്കാൻ സാധ്യത കുറവാണ്. കാരണം ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ ഇത്രയും ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം, പിള്ളേരെ ട്രെയിൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ ഈ ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്തും കൂടെ അമേരിക്കയിലെ ഒരു സ്ഥലത്ത് നടത്തുവാൻ ഉള്ളൊരു വേദി ഉണ്ടാക്കി. ഡാലസിൽ ലെമറിയോസ് പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തിയുണ്ടായി. അത് 2016 എന്ന് തോന്നുന്നു. അതിനുശേഷം അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ആരും ഇത്രയും വലിയ പ്രോഗ്രാം ഒന്നും ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എനിക്ക് സാധു കൊച്ചുകുഞ്ഞു ഉദ്ദേശിച്ചിടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങോട്ടൊരാൾ അങ്ങനെ അപ്രോച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു ടീം അപ്രോച്ച് ചെയ്തു. അങ്ങനെയാണ് സാധു സോപാനം പിന്നെ ട്രിവാൻഡ്രത്ത് നടത്തുന്നത്. പിന്നെ ഒരു ക്രിസ്തുമസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം നടത്തണമെന്ന് ഇതുപോലെ ആഗ്രഹം വന്നു. അപ്പോഴും മസ്കറ്റ് പള്ളിയിൽ നിന്ന് വിളിച്ച് ആവശ്യപ്പെട്ടു ക്രിസ്മസിന് ഇവിടെ ഒരു സിംഫണി പോലത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ചൈംസ് ആൻഡ് ബെൽസ് എന്ന് പറഞ്ഞ് ഒരു ക്രിസ്മസ് സിംഫണി ഇവൻ്റ് മസ്കറ്റ് മഹായിടവകയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം റാസൽ കൈമയിൽ വെച്ച് ഖൊം എന്നുള്ളൊരു സുറിയാനി വാക്കാണ്. അതിൻ്റെ മീനിങ് റൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്നാണ്. ഉയർപ്പ് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഖൊം എന്നുള്ള വാക്ക് വരുന്നത്. ഒരു ഈസ്റ്റർ സ്പെഷ്യൽ സിംഫണി ഇവൻ്റ് നടത്തുകയുണ്ടായി റാസൽ കൈമ വെച്ച്. ഇതെല്ലാം യൂട്യൂബിൽ ഉണ്ട്. അതിനുശേഷമാണ് ഈ അടുത്ത കാലത്ത് ബഹ്റിനിൽ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ബഹ്റിനിൽ വെച്ച് എൻ ക്രിസ്റ്റോസ്, ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്ന് എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിംഫണി നടത്തുകയുണ്ടായി. അത് പഴയ പാട്ടുകൾ മാത്രം എടുത്ത് ക്രമീകരിച്ചുകൊണ്ടും അതുപോലെ ഗ്രീക്ക് ചാൻഡിങ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാം. ചുരുക്കം പറഞ്ഞാൽ ഒരു തീം ഓറിയൻറ്റഡ് ആയിട്ടാണ് എല്ലാം ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പോട്ടുള്ള മ്യൂസിക് ജേർണിയിലും പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
സോ നമ്മളിപ്പോൾ കേട്ട ഈ ഒരു പാട്ടും വളരെ മനോഹരമായിരിക്കും. നമ്മൾ കേട്ട എല്ലാ പാട്ടുകളും ഒന്നിനൊന്നിന് മനോഹരമാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് അച്ഛന് ബൃഹത്തായിട്ടുള്ള പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. യാത്രകൾ, ഓരോ ആൾക്കാരെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നത് തുടങ്ങി ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന കോർഡിനേഷനും അതിൻ്റെ ഓർഗനൈസേഷനും വളരെ വലുതാണ്. അതിന് ഒത്തിരി ഊർജവും ഒത്തിരി വിൽ പവറും അതിൻ്റെ പുറകിൽ ആവശ്യമുണ്ട്. ഇതൊക്കെ എടുക്കാനായിട്ട് അച്ഛനെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഘടകം എന്താണ്? പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ സംഗീതത്തോടുള്ള പ്രത്യേക ഒരു അഭിവാഞ്ചിയും പിന്നെ യാത്രകളോടുള്ള ഇഷ്ടമാണ്. ഞാൻ അവിവാഹിതനായ ഒരു പുരോഹിതനാണ്. തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ ദൈവാശ്രയബോധത്തോടുകൂടി ഡൈവേർട്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് തോന്നുന്നു. അതെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതിന് വേണ്ടിയതായ ക്രമീകരണം എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ നടത്തിപ്പുമാണ്. ഒരു വലിയ ടീമിനെ ഇത് ട്രെയിൻ ചെയ്യിക്കണം. 100 പേരെ ട്രെയിൻ ചെയ്യിക്കണം. ഓർക്കസ്ട്ര ഉണ്ടാക്കണം, നൊട്ടേഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ പാട്ടിന് നമ്മൾ പുതിയ ഒരു ഭാവം കൊടുക്കുവാൻ വേണ്ടി അതിന് ഹാർമണീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, ഫിനാൻസ് അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. അത് 1-2 ദിവസം കൊണ്ട് സാധിക്കുകയില്ല. അത് ഒരു സിംഫണി ചെയ്യണമെങ്കിൽ ഒരു മിനിമം 6 മാസത്തെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. 2 മണിക്കൂറത്തെ പ്രോഗ്രാമേ ഉള്ളൂ, പക്ഷെ 6 മാസത്തെ അധ്വാനമാണ്. പക്ഷെ 6 മാസത്തെ അധ്വാനം ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഈ ഒരു ഭാവന ഉണ്ടായത്, അതായത് സിംഫണി എന്നൊരു ഈ ഭാവന ഉണ്ടായത്, എനിക്ക് യാനിയുടെ പ്രോഗ്രാംസ് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ യാനിയുടെ ഷോസ് കാണുമ്പോൾ, ടി വിയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റി ലെവല് എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാ എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ട്. പക്ഷേ അതിന് ഹ്യൂജ് എക്സ്പെൻസ് വേണം. പക്ഷേ അത് ശരിക്കും മനസ്സിലാകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് നടന്നത്. സാധാരണ ഒരു ലിറ്റർജി സിംഫണിയോ അല്ലെങ്കിൽ പാട്ടോ എന്ന് പറയുമ്പോൾ ഇത്രയും പൈസ എന്തിനാണ് മുടക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പൈസ കളയുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇന്നും ഈ ലമറിയോസോ പോലെയുള്ള ലിറ്റററി സിംഫണീസ് കേട്ടുകൊണ്ട് മാത്രം ഉറങ്ങുകയും രാവിലെ കേൾക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. അത് കേൾക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്. അപ്പം ആ രീതിയിൽ ഇതിനെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ ഇതെല്ലാം നമുക്ക് പ്രചോദനം തരും. ആൾക്കാരിത് കേൾക്കുന്നു, അവർക്ക് ആധ്യാത്മികമായ ഒരു ചൈതന്യം ലഭിക്കുന്നു എന്ന് ഇന്നും പറയുന്നത് കേൾക്കുമ്പോൾ അതുപോലെ എഫർട്ട് എടുക്കാനുള്ള ഒരു ആത്മീക വാഞ്ചയും തീഷ്ണതയും നമ്മളിലുണ്ടാവും. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. പിന്നെ ഇതൊരു നമ്മുടെ പാഷനും കൂടെ ആയതുകൊണ്ട് അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ നമ്മൾ പോവും. അങ്ങനെ പാഷനോടുകൂടി ഒന്നിൻ്റെ പിറകെ നമ്മൾ പോകുമ്പോൾ അത് ഇങ്ങോട്ട് വരും. ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുമ്പോൾ കേൾക്കുന്ന ജനത്തിന് ആധ്യാത്മിക ഒരു ഉണർവുണ്ടാകും. അതായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പേര് കിട്ടാനോ അല്ലെങ്കിൽ ആരായാലും ആ ഒരു ഉദ്ദേശത്തിൽ നിന്ന് മാറി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവികമായ ഒരു ചൈതന്യവും ഒരു ഭാവവും കേൾക്കുന്നവർക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു അനുഭൂതി അവിടെ ലഭിക്കുവാനുള്ള ലക്ഷ്യത്തോടുകൂടി ചെയ്യുമ്പോൾ ഓർക്കസ്ട്രേഷനും ഹാർമണി അറേഞ്ച്മെൻറ്റും പഠിപ്പീരും എല്ലാം ഒത്തു വന്നോളും. അതങ്ങനെയും വന്നോളും. അതാണ് അതിൻ്റെ ഒരു രഹസ്യമാണത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് അച്ഛൻ്റെ സംഗീത ജീവിത യാത്രയെ അടുത്തറിയാനും പരിചയപ്പെടാനും ഒക്കെ ഇടയായി. ഒരു പ്രോഗ്രാമിന് വേണ്ടി അച്ഛൻ എടുക്കുന്ന എഫേർട്ടും അതിനോടുള്ള അച്ഛൻ്റെ പാഷനും ഒക്കെ അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്നും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അച്ഛൻ തുടർന്നും അനേകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് പഴയ പാട്ടുകളൊക്കെ പുതുതലമുറയ്ക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന തരത്തിൽ അനേകം പ്രോഗ്രാമുകൾ ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പുതിയ വഴി കാട്ടി ധ്യാന ജപനാദം